ഓവണോ ബീറ്ററോ മുട്ടയും തന്നെ യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിന് ഒരു എഗ്ലെസ് കപ്പ് കേക്ക് നമുക്ക് ചെയ്തെടുക്കാം. അതും വീട്ടിലുള്ള സാധാരണ ചേരുവകളുണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് അര കപ്പ് തണുപ്പില്ലാത്ത പാലെടുക്കാം. അതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അര കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ ചേർക്കണം. പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. അപ്പം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്തും ഇതെല്ലാം നല്ലതുപോലെ തന്നെ മിക്സായി വരണം. ഈ പഞ്ചസാരയ്ക്ക് അലിഞ്ഞ് വരണം കേട്ടോ. ഇനി 1/4 കപ്പ് മൈദ എടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് അരിച്ച് മാറ്റി വയ്ക്കാം. ആദ്യം തയ്യാറാക്കിയ കൂട്ടിലേക്ക് കുറേശ്ശെ മാവിൻ്റെ മാവൊന്ന് ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് കട്ടകളൊന്നും പിടിക്കാൻ പാടില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട പിടിക്കാതെ ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു വിസ്കാണ് കേട്ടോ. വിസ്ക് കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് അലിഞ്ഞു വരും, നല്ല രീതിക്കൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ പരിപാടി. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കടകളിൽ കിട്ടുന്ന നമ്മുടെ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 പേപ്പർ ഗ്ലാസ്സാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ഗ്ലാസിൻ്റെ പകുതിയോളം ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് പൊങ്ങി വരുന്ന സമയത്ത് നല്ല രീതിക്ക് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ ചേർക്കാവൂ. എനിക്കിപ്പം ഈ ഒരു 1/4 കപ്പ് മൈദയിൽ നിന്നും ഒരു 5 കപ്പ് കേക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ലാസ്റ്റായിട്ട് ചെയ്യണത് എന്തെന്ന് വെച്ചാൽ കുറച്ച് ബാറ്റർ ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത കൊക്കോ പൗഡർ ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ ചെറിയ ഡിസൈൻ ചെയ്യാനാണ്. എനിക്കിതിൻ്റെ വീഡിയോ കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരഞ്ഞതിന് ശേഷം നമ്മുടെ ട്യൂപ്പിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞ ആ ഒരു ഡിസൈൻ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമ്മുടെ ഇടിയപ്പ പാത്രം ഒരു 5 മിനിറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഈ കപ്പ് കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഇറക്കി കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 25 മിനിറ്റാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ തീ വളരെ കുറച്ചിടണം. അപ്പോൾ 25 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിക്ക് തന്നെ കേക്കിൻ്റെ ആ ഒരു ഇതൊക്കെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻറ്ററിൽ കൊടുത്തേക്കുന്നത് ആ ഒരു നമ്മൾ തയ്യാറാക്കിയ കൊക്കോ പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് ഞാനിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് ഒരു തവണ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.